അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം ആരുടെ പണം കൊണ്ട്? സർക്കാർ പണം കൊണ്ടാണോ അമ്പലം പണിയുന്നത്? ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ടാണോ ക്ഷേത്രം പണിയുന്നത്? സോഷ്യൽ മീഡിയയിൽ സജീവമായ ചോദ്യങ്ങളാണിത്. അയോധ്യ എതിർക്കുന്നവർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി വ്യാജ പ്രചരണങ്ങളും നടത്തുന്നുണ്ട്. ക്ഷേത്രം പണിയുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന് വിശ്വസിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് കേരളത്തിലാണ്. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള സംഭാവന നൽകിയവരുടെ പട്ടിക എടുത്താൽ അതിൽ ലോകത്തിലെ ശതകോടീശ്വരന്മാർ മുതൽ ഭിക്ഷാടകർ വരെയുണ്ട്. 2020 അയോധ്യ ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപേ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചു. ട്രസ്റ്റ് ആണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ചിലവ് കണക്കാക്കിയത്. 1800 കോടി രൂപയായിരുന്നു മുതൽ മുടക്കായി കണക്കാക്കിയത്. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അന്തിമ ചെലവ് 2000 കോടി രൂപയിൽ എത്താൻ അതിന്റെ കൂടെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിനുള്ള ഫണ്ടിംഗ് പ്രധാനമായും 3 തരത്തിലാണ്. അതിൽ ആദ്യത്തേത് ഇന്ത്യയിൽ ഉടനീളവും വിദേശത്തുമുള്ള ഭക്തർ സ്വമേധയാ നൽകുന്ന സംഭാവനകളാണ്. ഈ സംഭാവനകൾ തന്നെയാണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രധാന സോഴ്സും. രണ്ടാമത്തേത് കോർപ്പറേറ്റ് സ്പോൺസർഷിപ്പുകൾ. ചില മുൻനിര കമ്പനികൾ ഫണ്ടുകളോ നിർമ്മാണത്തിലുള്ള വസ്തുക്കളോ ഒക്കെ സംഭാവന ചെയ്തിട്ടുണ്ട്. മൂന്നാമതായി സർക്കാർ പിന്തുണയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും നേരിട്ടുള്ള സാമ്പത്തിക സഹായമൊന്നും അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിനില്ല. എന്നാൽ അതിനു പകരം അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും നികുതി ആനുകൂല്യങ്ങളിലൂടെയും ഒക്കെ പരോക്ഷമായ പിന്തുണ സർക്കാർ നൽകുന്നുണ്ട്. നിർമ്മാണം ആരംഭിച്ച ശേഷം 3 വർഷത്തിനിടെ ഇപ്പോൾ തന്നെ 5500 കോടി രൂപയോളം സംഭാവന ലഭിച്ചു എന്നാണ് കണക്കുകൾ. ലോകം മുഴുവനുള്ള വിശ്വാസികൾ നൽകുന്ന ഈ പണം ക്ഷേത്ര ട്രസ്റ്റ് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. കണക്കുകൾ പ്രകാരം ഓരോ മാസവും 1 കോടിയോളം രൂപ സംഭാവനയായി ലഭിക്കുന്നുണ്ട്. 2 ലക്ഷം രൂപ വരെയുള്ള സംഭാവനകൾ ഓൺലൈനായോ ചെക്കുകളായോ അല്ലെങ്കിൽ നേരിട്ട് പണമായോ സ്വീകരിക്കുന്നുണ്ട്. 2021 ജനുവരി 14 മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദാണ് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ധനസമാഹരണത്തിന് തുടക്കമിട്ടത്. 5 ലക്ഷം രൂപയുടെ ചെക്കാണ് അദ്ദേഹം നൽകിയത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള സിയാറാമാണ് ആദ്യമായി അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന നൽകുന്നത്. തന്റെ ഭൂമി വിറ്റ് 1 കോടി രൂപയാണ് അദ്ദേഹം സംഭാവനയായി നൽകിയത്. പ്രശസ്ത ആത്മീയ ഗുരുവായ മുരാരി ബാബുവാണ് ക്ഷേത്രത്തിലേക്ക് ഏറ്റവും കൂടുതൽ രൂപ സംഭാവന നൽകിയത്. 11.3 കോടി രൂപയാണ് മുരാരി ബാബു സംഭാവനയായി നൽകിയത്. അമേരിക്ക, കാനഡ, UK എന്നിവിടങ്ങളിലുള്ള ഗുരുവിന്റെ അനുയായികൾ 8 കോടി രൂപ സംഭാവനയായി നൽകിയിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ ട്രസ്റ്റിന്റെ എക്സ്പോർട്ട് ഉടമയും ഗുജറാത്തിൽ നിന്നുള്ള വജ്ര വ്യാപാരിയുമായുള്ള ഗോവിന്ദ് ഭായ് ദോലാക്കിയ 11 കോടി രൂപയാണ് സംഭാവന നൽകിയിട്ടുള്ളത്. 83 വയസ്സുള്ള ഭാനുമതിയും അവരുടെ സഹോദരിയും ചേർന്ന് ഇരുവരുടെയും റിട്ടയർമെന്റ് ഫണ്ടായ 27 ലക്ഷം രൂപയും സംഭാവന നൽകിയിട്ടുണ്ട്. നിരവധി പ്രമുഖ ഇന്ത്യൻ അഭിനേതാക്കളും സെലിബ്രിറ്റികളും അയോധ്യയിലെ ചരിത്രപരമായ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനും സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. അക്ഷയ് കുമാർ, അനുപം ഖേർ, ഹേമമാലിനി തുടങ്ങിയ ബോളിവുഡ് ഐക്കൺസ് മുതൽ ക്രിക്കറ്റ് താരമായി മാറിയ രാഷ്ട്രീയക്കാരനായ ഗൗതം ഗംഭീർ, തെന്നിന്ത്യൻ താരമായ പവൻ കല്യാൺ തുടങ്ങിയവരൊക്കെ ഉദാരമായി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നടൻ അക്ഷയ് കുമാർ, നടി ഹേമമാലിനി, ഗുമീത് ചൗധരി, മനോജ് ജോഷി തുടങ്ങിയവരൊക്കെ നൽകിയ സംഭാവനകൾ അവർ വെളിപ്പെടുത്തിയിട്ടില്ല. അനുപം ഖേർ ക്ഷേത്ര നിർമ്മാണത്തിലുള്ള ബ്രിക്സ് ആണ് സംഭാവനയായി നൽകിയത്. ഗൗതം ഗംഭീർ 1 കോടി രൂപ നൽകി. ശക്തിമാനായി നമുക്ക് സുപരിചിതനായ മുകേഷ് ഖന്ന 1.11 ലക്ഷം രൂപയാണ് സംഭാവനയായി നൽകിയിട്ടുള്ളത്. കാശിയിലെയും പ്രയാഗ്രാജിലെയും ഭിക്ഷാടക സംഘം 4 ലക്ഷം രൂപയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവനയായി നൽകിയത്. യാചകരുടെ ഒരു വലിയ കുടുംബം 4.5 ലക്ഷം രൂപയും സംഭാവനയായി നൽകിയിട്ടുണ്ട്. ഇതൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ച ചില സംഭാവനകൾ മാത്രമാണ്. ഇതുപോലെ ലോകം മുഴുവനുള്ള ഭക്തരുടെ സംഭാവനകൾ കൊണ്ട് പണിതുയർത്തുന്നതാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം.